വെൽക്കം ഓൾ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ജിയോമെട്രി എന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ വർഷം 2025 INM ഉപയോഗിച്ച ജിയോമെട്രി എന്നുള്ള ഒരേ ഒരു ക്വസ്റ്റ്യനാണ്. നല്ല ക്വസ്റ്റ്യനാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതിങ്ങനെയാണ്: Euclid has a tool called splitter which can only do the following two types of operations. യൂക്ലിഡിന്റെ കയ്യിൽ ഒരു പരിപാടി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്പ്ലിറ്റർ എന്നൊരു ടൂൾ ഉപയോഗിച്ചിട്ട് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് 3 പോയിന്റ് വെർട്ടിക്സ് ആയി വരുന്ന ട്രയാങ്കിളിന്റെ സർക്കം സെന്റർ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഏതൊക്കെയാണ് ആ സ്പ്ലിറ്റർ ചെയ്യാൻ കഴിയുന്നത്? ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്, given 3 non-collinear marked points XYZ, it can draw the line which forms interior angle bisector of XYZ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആംഗിൾ ബൈസെക്ടർ, ഇന്റീരിയർ ആംഗിൾ ബൈസെക്ടർ കാണാൻ കഴിയും. ഇന്റീരിയർ ആംഗിൾ ബൈസെക്ടർ കാണാൻ കഴിയും. അത് ഫൈൻഡ് ചെയ്യാൻ പറ്റും ഈ സ്പ്ലിറ്റർ എന്നുള്ള മെത്തേഡ് വെച്ചുകൊണ്ട്. പിന്നെന്താ, ഇറ്റ് ക്യാൻ മാർക്ക് ദ ഇന്റർസെക്ഷൻ പോയിന്റ് ഓഫ് 2 പ്രീവിയസ്ലി ഡ്രോൺ നോൺ പാരലൽ ലൈൻസ്. മുമ്പേ വരച്ച 2 ലൈൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ഇന്റർസെക്ഷൻ ഒക്കെ നമുക്ക് കാണാം. ഈ 2 കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ. ആംഗിൾ ബൈസെക്ടറും കാണാം, ലൈൻസിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇന്റർസെക്ഷനും കാണാം. ഇതും വെച്ചുകൊണ്ട് ചോദിച്ചിരിക്കുന്നത്, സപ്പോസ് യൂക്ലിഡ് ഈസ് ഓൺലി ഗിവൺ 3 നോൺ കൊളീനിയർ മാർക്ക്ഡ് പോയിന്റ്സ് ABC in the plane. Prove that Euclid can use the splitter several times to draw the center of the circle passing through ABC. അവ എയും ബിയും സി ഉണ്ടെങ്കിൽ ഈ പരിപാടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് സർക്കം സെന്റർ കാണണം. ഓക്കെ, നമ്മളിത് 2 രീതി ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് എത്രയാണ്? മൂന്ന് പോയിന്റ്സ് തന്നിട്ടുണ്ട് ABC. നമുക്ക് അതിൽ കൂടി പാസ് ചെയ്യുന്ന സർക്കിളിന്റെ സെന്റർ കാണണം അല്ലേ? ഈ സർക്കിളിന്റെ സെന്റർ കാണണം. അപ്പൊ പോയിന്റ്സ് ഇതൊക്കെയാണെന്ന് ഇരിക്കട്ടെ. ABC ഏതോ പോയിന്റ്സാണ് ജോയിൻ ചെയ്താൽ ചിലപ്പോൾ ഐസോസിലസോ ഈക്വലേറ്ററിലോ സ്കെലീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. നമുക്കിതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം, സർക്കം സെൻറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം. സർക്കം സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സൈഡ്സിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റാണ്. സൈഡ്സിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റാണ്. അപ്പൊ ഈ സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറും ഈ സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറും ഈ സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ സർക്കം സെന്റർ കിട്ടും. അപ്പോൾ ഈ മെത്തേഡ് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ കഴിയുന്നതാണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 എണ്ണം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സർക്കം സെന്റർ ആയി. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്.
നമ്മൾ 2 സൊല്യൂഷനാണ് ഇതിനു വേണ്ടി ചെയ്യുക. സൊല്യൂഷൻ 1 ഇതാണ്. സൊല്യൂഷൻ 1. സൊല്യൂഷൻ 1 ഇതാണ്. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ലെമ്മയൊക്കെ കാണാം. നമുക്കിത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ തിയറംസ് ആണ് നമ്മൾ ഇവിടെ നമുക്ക് ഈ സൊല്യൂഷന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന കുറച്ച് തിയറംസ് ആണ് നമ്മൾ ലെമ എന്ന് വിളിക്കുക. ലെറ്റ് I be the incenter of triangle AB. I be the incenter of triangle AB. ഇനി ലെമ 1 എന്താ? നമുക്കൊരു ലെമ 1 കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മെത്തേഡ് വെച്ച് ഇന്റേണൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻസെൻറ്റർ കാണാം. ലെമ 1 ഇതാണ്. Euclid can construct the incenter of any 3 non-collinear given points. അപ്പോൾ 3 നോൺ കൊളീനിയർ ഗിവൺ പോയിന്റ്സിന്റെ ഇൻസെൻറ്റർ കാണാം. നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിൽ അതെങ്ങനെയാ? അപ്പോൾ അതിന് 2 ആംഗിൾ ബൈസെക്ടർ വരച്ചാൽ മതി. സ്പ്ലിറ്ററിൽ ആംഗിൾ ബൈസെക്ടറും ഉണ്ട്, പിന്നെ ലൈൻസ് ഇന്റർസെക്റ്റ് ചെയ്യലുമാണ്. അപ്പോൾ ഫസ്റ്റത്തെ വെച്ചിട്ട് നമുക്ക് ആംഗിൾ ബൈസെക്ടർ കാണാം. പ്രൂഫ് ഇന്റർസെക്ഷൻ ഓഫ് any 2 angle bisectors. രണ്ട് ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് നമ്മളുടെ 2 ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഇൻസെൻറ്റർ. അപ്പോൾ ABC എന്നൊരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ബിയുടെ ആംഗിൾ ബൈസെക്ടറും വരച്ചു. സിയുടെ ആംഗിൾ ബൈസെക്ടറും വരച്ചു. അപ്പോൾ രണ്ടും കൂടി ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇൻസെൻറ്റർ. ഓക്കെ. അപ്പോൾ 3 പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഈ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഇൻസെൻറ്റർ കണ്ടുപിടിക്കാം. ആംഗിൾ ബൈസെക്ടർ വരച്ചാൽ മതി. പിന്നെ അടുത്ത ലെമയാണ് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സെക്കൻഡ് ലെമ. സെക്കൻഡ് ലെമ എന്താണ്? given 4 marked points, 4 കോൺസൈക്ലിക് പോയിന്റ് ആണെന്ന് ഉറപ്പുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് സർക്കം സെന്റർ കണ്ടുപിടിക്കാം. അപ്പോൾ ABC ഉണ്ടെങ്കിൽ അതിന് ആ സർക്കിളിൽ കിടക്കുന്ന മറ്റൊരു പോയിന്റും കൂടി നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ
നമുക്ക് എന്താണ് സർക്കംസെൻറ്റർ കണ്ടുപിടിക്കാം. പക്ഷെ നമ്മൾ ഇത് ഈ നാല് പോയിന്റ്സ് നമ്മൾ ഉപയോഗിച്ച് സർക്കംസെൻറ്റർ കാണുന്നത് നമ്മൾ കാണും. അപ്പോൾ ലെമ 2 ഇതാണ്. അതെന്താണ് നമുക്ക് കാണാം കേട്ടോ. ഗിവൺ 4 മാർക്കഡ് പോയിന്റ്സ് which Euclid knows to be on a circle. സർക്കിൾ. അപ്പോൾ 4 പോയിന്റ്സ് സർക്കിളാന്ന് ഉറപ്പുണ്ടെങ്കിൽ you click and draw the circumcenter of the circle through the 4 points. അപ്പോൾ 4 പോയിന്റ്സിൽ കൂടി പാസ് ചെയ്യുന്ന നമുക്ക് സർക്കിൾ വരയ്ക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് അറിയാമോ മക്കളെ? 3 പോയിന്റ്സേ ഉള്ളൂ എന്ന് വിചാരിക്കാം. 3 പോയിന്റ്സേ ഉള്ളൂ. അപ്പോൾ അത് 3 പോയിന്റ്സ് എടുത്തു. ABC എടുത്തു. ABC നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചാണല്ലോ. ഇവിടെ ABC ട്രയാങ്കിളിന് ABC എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ XYZ എന്ന് പറയുന്ന മറ്റൊരു 3 പോയിന്റ്സ് എടുത്തു. XYZ എന്ന് പറയുന്ന 3 പോയിന്റ്സ് ഉണ്ട്. ഈ എക്സിന്റെ ആംഗിൾ ബൈസെക്ടർ YZ എന്നുള്ള ആർക്കിന് മിഡ് പോയിന്റിലാണ് വരിക. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ എക്സിന് ആംഗിൾ ബൈസെക്ടർ വരച്ചു. സൊല്യൂഷൻ ആണെന്നിരിക്കട്ടെ. നമ്മൾ എക്സിന് ആംഗിൾ ബൈസെക്ടർ വരച്ചു. അത് എവിടെ ഒന്ന് മീറ്റ് ചെയ്യുന്ന അറിയാമോ സർക്കിളിനെ? അത് മീറ്റ് ചെയ്യുന്നത് YZ മിഡ് പോയിന്റിലാണ്. അതെങ്ങനെ വന്നത്? ഇത് 2x/2 വെച്ചാണ്. ഇത് 2x/2 വെച്ചാണ്. അപ്പൊ സെയിം ആർക്കിൽ ആംഗിൾ സെയിം ആണ്. സെയിം ആർക്കിൽ ആംഗിൾ സെയിം ആണ്. സെയിം ആർക്കിൽ സെയിം ആംഗിൾ ആണ് വരിക. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഒരു ഈ സർക്കിൾ തന്നെ ഒന്ന് നോക്കിയാൽ ഇത് P എന്നിരിക്കട്ടെ. ഈ YZ എന്നുള്ള ആർക്കിന് മിഡ് പോയിന്റ് ആണ്. ആണ് ഇത് YZ. അപ്പോൾ YZ എന്ന ആർക്കിന് മിഡ് പോയിന്റ് ആണ്. അപ്പോൾ PYZ എന്നത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ് എന്ന് കിട്ടും. ഇതെങ്ങനെ വന്നു നമുക്ക് നോക്കാം. ഇവിടെ 2 ആംഗിൾസ് ഉണ്ട്. ഒന്ന് അപ്പോൾ ഇത് XY ZP.
അപ്പോൾ സെയിം ആർക്കിൽ ആംഗിൾ ആയതുകൊണ്ട് ഇത് x/2 ആണെങ്കിൽ ഇതും x/2 ആണ്. അപ്പുറത്തിൽ വരയ്ക്കും. അതുപോലെ വേറൊരു ആംഗിൾ നമുക്ക് ഇങ്ങനെ സെയിം ആർക്കിൽ കിടക്കുന്നത് കാണാം. XYZ ആണ്. പി എന്നുള്ള പോയിന്റ് ആണെങ്കിൽ രണ്ട് ആംഗിൾ കാണാം. ഒരു ആർക്കിലുള്ള രണ്ട് ആംഗിൾ കാണാം. ഇങ്ങനെ ഒരു ആംഗിളും ഇങ്ങനെ ഒരു ആംഗിളും ഉണ്ട്. ഇത് x/2 ആണെങ്കിൽ ഇതും x/2 ആണ്. അപ്പോൾ അതനുസരിച്ച് ഇവിടെ x/2 രണ്ട് ആംഗിൾ സെയിം ആണെങ്കിൽ ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടി. ഇനി ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഡൗട്ടില്ലല്ലോ ഈ ചെയ്തതിൽ. അപ്പോൾ എക്സിന്റെ ആംഗിൾ ബൈസെക്ടർ എന്നത് എന്താണ്? മീറ്റ് ചെയ്യുന്നത് ആർക്കിന്റെ മിഡ് പോയിന്റിലാണ്. ഓക്കെ, അപ്പോ മൂന്ന് പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഒരു ആംഗിളിന്റെ ബൈസെക്ടർ എടുത്തു കഴിഞ്ഞാൽ മറ്റേ ആർക്കിന്റെ മിഡ് പോയിന്റിലാണ് മീറ്റ് ചെയ്യുക. ഇപ്പൊ 4 പോയിന്റ്സ് ഉണ്ടെങ്കിലോ നമുക്കൊന്നുമില്ല, നമുക്ക് ആകെപ്പാട് ഈ 3 പോയിന്റ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. ഇത് വെച്ചുകൊണ്ട് ചെയ്യണം. സർക്കിൾ വരയ്ക്കാനൊന്നും ഒരു വഴിയില്ല. ഉള്ളത് ആംഗിൾ ബൈസെക്ടറും വരയ്ക്കാം, ഇന്റർസെക്ഷനും കാണാം. അതുകൊണ്ട് നമ്മൾ 4 പോയിന്റ്സ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. സർക്കിളിൽ കിടക്കുന്ന 4 പോയിന്റ്സ് നമുക്ക് കിട്ടി. നമ്മൾ എന്ത് ചെയ്യണം? അത് വരയ്ക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ വന്ന് ഇപ്പൊ നമ്മളിപ്പം നേരത്തെ കണ്ട മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? 4 പോയിന്റ്സ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ 2 എണ്ണത്തിന്റെ ആംഗിൾ ബൈസെക്ടർ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ഈ പി കിട്ടും. YZ മിഡ് പോയിന്റ് കിട്ടും. XYZW ആണെന്ന് ഇരിക്കട്ടെ. അപ്പോഴും നമ്മള് ഇത് വരയ്ക്കുകയാണ്. ഡയഗണൽ വരച്ചു. അപ്പോഴും നമ്മള് YX6Z ആംഗിൾ ബൈസെക്ടർ വരച്ചു. അതുപോലെ YWZ ആംഗിൾ ബൈസെക്ടർ വരച്ചു. ഇവ രണ്ടും കൂടി എവിടെ ഒന്ന് മൂട്ടി ഇവിടെ രണ്ടും കൂടി മീറ്റ് ചെയ്യുന്നത് മിഡ് പോയിന്റിലാണ്. മിഡ് പോയിന്റ് പിയിലാണ്.
അപ്പോൾ 4 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ 2 ആംഗിൾ ബൈസെക്ടർ ഇതുപോലെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു ഐസോസിലസ് ട്രയാങ്കിൾ കിട്ടും. ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അപ്പൊ ഒരു പി എന്ന് പറഞ്ഞാൽ മറ്റൊരു പോയിന്റ് കിട്ടി ഈ സർക്കിളിൽ തന്നെയുള്ള. അപ്പോഴ് we can get midpoint of ആർക്ക് y സെറ്റിന്റെ ആർക്ക് നമുക്ക് കണ്ടിരിക്കാം. by intercity angle bisect is of angle bisect is of ഏതൊക്കെയാ ആംഗിൾ? അപ്പോൾ മിഡ്പോയിന്റ് ഏതായിരുന്നു? പി ആയിരുന്നു. YXZ ആൻഡ് ആംഗിൾ YWZ. അപ്പൊ അത്രയേടാ. ഇനി എന്താ? അപ്പൊ നമുക്കൊരു ഐസോസിലസ് ട്രയാങ്കിൾ കിട്ടി. ട്രയാങ്കിൾ എന്താ? YZP കാണുന്നത്. YZPയുടെ പ്രത്യേകത എന്താ? is an isosceles triangle with base YZ. YZ ബേസ് ആയിട്ടുള്ള ഐസോസിലസ് ട്രയാങ്കിളിന്റെ അത് ഐസോസിലസ് ട്രയാങ്കിൾ ആണ് YZ. ഐസോസിലസ് ട്രയാങ്കിൾ അതുകൊണ്ട് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാമോ? അപ്പോഴ് പിയുടെ ആംഗിൾ ബൈസെക്ടർ എന്നത് YZന്റെ ബേസിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. അങ്ങനെ 2 പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ സർക്കംസെൻട്രോ ആയി. ഓക്കെ. അപ്പൊ നമുക്ക് കോൺസൈക്ലിക് ആയിട്ടുള്ള 4 പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഈ മെത്തേഡ് ഉപയോഗിച്ച് സർക്കംസെൻട്രർ കാണാം. അപ്പൊ നമുക്കിപ്പോ കിട്ടിയത് എങ്ങനെ എഴുതാം? ആംഗിൾ ബൈസെക്ടർ ഓഫ് angle YP set is perpendicular bisector of YZ. നമ്മളിപ്പോൾ ഇപ്പോഴും ലെമയിലേക്കാണ് കേട്ടോ, നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടന്നിട്ടില്ല. നമ്മൾ 4 പോയിന്റ്സ്, ഒന്ന് നമുക്ക് 3 പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻസെൻറ്റർ കണ്ടുപിടിക്കാം. 2 4 പോയിന്റ്സ് സർക്കിളിലുള്ള ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് സർക്കംസെൻറ്റർ കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ് എന്നാണ് കാണാം. അപ്പോൾ ഒരു ബൈസെക്ടർ കിട്ടി. അപ്പോൾ 2 ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സർക്കംസെൻറ്റർ കിട്ടും. Repeating the process. Euclid can know
draw perpendicular bisector of ഇതാണ് രണ്ടാമത്തത് ZW. ഇപ്പൊ രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയി, അത് മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് സർക്കംഫറൻസ്. അപ്പോൾ നമുക്ക് പ്രീവിയസ്ലി നോൺ ഡ്രോ ചെയ്ത രണ്ട് ലൈൻസ് ഇന്റർസെക്റ്റ് ചെയ്യിക്കാം. അപ്പോൾ ഇന്റർസെക്റ്റിംഗ് these gives the circumcenter of cyclic quadrilateral ABCD. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ സൊല്യൂഷൻ 1 ചെയ്യുക. സൊല്യൂഷൻ 2 നമ്മൾ മറ്റൊരു കാര്യമാണ് ചെയ്യുക. അത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അത് അതിൻ്റെ പ്രൂഫൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കാണാം. ലെമ 3 കൂടി ഒന്ന് പറഞ്ഞു തന്നേക്കാം. ലെമ 3 അതാണ് നമ്മൾ സെക്കൻഡ് സൊല്യൂഷൻ ഉപയോഗിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ് സെൻറ്റേഴ്സ് വരയ്ക്കാൻ പറ്റുമെങ്കിൽ, എക്സ് സർക്കിളിൻ്റെ സെൻറ്റർ വരയ്ക്കാൻ പറ്റുമെങ്കിൽ അത് എന്താണ്? എക്സ് സെൻറ്റർ എന്താണെന്ന് എല്ലാവർക്കും ഒക്കെ അറിയാമല്ലോ. ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അതിനെ എക്സ്റ്റേണലി ടച്ച് ചെയ്യുന്ന പോയിന്റാണ് എക്സ് സെൻറ്റർ. എക്സ് സർക്കിളിന്റെ സെന്റർ ഇതെങ്ങനെ കണ്ടുപിടിക്കുക? അത് എക്സ് സെന്റർ എന്നത് എക്സിന്റെ എക്സ് സെന്റർ ഓഫ് ബി എന്നത് എക്സ് എന്നത് എക്സിന്റെ ഇൻസെന്ററും ഇന്റേണൽ ആംഗിൾ ബൈസെക്ടറും വൈഡ് ആൻഡ് സെറ്റിന്റെയും എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടറും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റാണ്. അപ്പൊ ആ പോയിന്റാണ് എക്സ് സെന്റർ. ഇവിടെ IX. അപ്പൊ എക്സിന്റെ അപ്പൊ എക്സ് വൈ സെറ്റില് എക്സ് സെന്റർ ഓഫ് എക്സ് എന്നത് എന്താണ്? ഇന്റേണൽ ആംഗിൾ ബൈസെക്ടർ ഓഫ് എക്സും എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടർ ഓഫ് വൈ സെറ്റും കൂടി ഇന്റർസെക്റ്റ് ചെയ്യും. മൂന്നെണ്ണം കൂടി ഒരു കൺകറന്റ് ഒരു പോയിന്റ് ക്ലാസ് പാസ് ചെയ്യും. അതാണ് IX. ഇങ്ങനത്തെ രണ്ട് IX ഉണ്ടെങ്കിൽ IX വരച്ചു കഴിഞ്ഞാൽ രണ്ടെണ്ണം മതി, നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതാണ് സെക്കൻഡ് സൊല്യൂഷൻ. അതാണ് ഇഫ് യൂക്ലിഡ് can draw the BX center of triangle BAC. അപ്പൊ രണ്ട് എക്സ് സെന്റർ ABCയുടെ അല്ല, നമ്മൾ ഇൻസെന്റർ കണ്ടുപിടിച്ചിട്ട് അത് സൈഡായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ BAC. അപ്പോൾ അതിന്റെ എക്സ് സെന്റർ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ BAC
then he can also draw the circumcenter of triangle ABC. സെക്കൻഡ് സൊല്യൂഷൻ ആണ്, നമുക്ക് സെക്കൻഡ് സൊല്യൂഷനിൽ കാണാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് സൊല്യൂഷനിലേക്ക് കടക്കാം. സൊല്യൂഷനിലേക്ക് കടക്കാം. സൊല്യൂഷൻ 1. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ABCയുടെ ഇൻസെൻറ്റർ കാണാം. അപ്പോൾ നമ്മുടെ സ്പ്ലിറ്റർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ലെമ 1 നമ്മൾ കണ്ടു, ഇൻസെൻറ്റർ കണ്ടുപിടിക്കുക. I വീത ഇൻസെൻറ്റർ ഓഫ് ട്രയാങ്കിൾ ABC. അപ്പോൾ ABC ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ABCയുടെ ഇൻസെൻറ്റർ I ആണ്. ലെമ 1 ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഒരു ട്രയാങ്കിൾ ഉണ്ട്, നമ്മൾ അതിൻ്റെ ഇൻസെൻറ്റർ എടുത്തു. ഇനി നമ്മൾ BACയിലാണ് കളിക്കുന്നത്. എന്നിട്ട് നമ്മൾ അവസാനം BCയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലേക്ക് എത്തും. അതിനുവേണ്ടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ്, അപ്പോൾ നോക്കട്ടെ. അപ്പോൾ BAC എന്നൊരു ട്രയാങ്കിൾ ഉണ്ട്. അതിൻ്റെ ഈ ട്രയാങ്കിൾ വേറൊരു ട്രയാങ്കിൾ BAC, അതിൻ്റെ ഇൻസെൻറ്റർ ആണ് I1, എക്സെൻറ്റർ ആണ് I2. അപ്പോൾ ഇൻസെൻറ്റർ കിടക്കുന്നത് ആംഗിൾ ബൈസെക്ടറിലാണെന്നൊക്കെ നമുക്കറിയാം. അതുപോലെ സിയുടെ എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടറും എടുക്കാം. ആംഗിൾ ബൈസെക്ടറും വരച്ചു. അപ്പോൾ ഇത് രണ്ടും കൂടി, അപ്പോൾ ഇന്റേണൽ ആംഗിൾ ബൈസെക്ടറിലാണ് രണ്ട് ഇൻസെൻറ്റർ എക്സെൻറ്റർ ഒക്കെ വരിക. അപ്പോൾ BACയുടെ ഇൻസെൻറ്റർ I1 ആണ്, അത് ഈ ലൈനിൽ കിടക്കാണ്. സി എന്താണ് സി, അപ്പോൾ ഇത് എക്സെൻറ്റർ ഓഫ് B എന്നത് സിയുടെ എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടറിലാണ് കിടക്കുക. എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടറും ഇന്റേണൽ ആംഗിൾ ബൈസെക്ടർ ഓഫ് B കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ് I2. ഇനി എന്താണ്, അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് കിട്ടി, I1 CI2 are concyclic. I1 CI2 are concyclic. ഇത് നാലെണ്ണം ഒരു സർക്കിളിൽ കിടക്കാണ്, നമുക്ക് പ്രൂവ് ചെയ്യാം.
അത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആദ്യം എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാൻ പറ്റുമെന്ന് നമ്മൾ കാണണം അല്ലേ? അത് പറ്റും. അപ്പോൾ എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കണമെങ്കിൽ നമുക്ക് 3 പോയിന്റ് ഉണ്ടെങ്കിൽ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഇന്റേണൽ ആംഗിൾ ബൈസെക്ടർ ഓഫ് എ ഉണ്ട്, ബി ഉണ്ട്. അപ്പോൾ സിയുടെ ഇന്റേണൽ ആംഗിൾ ബൈസെക്ടറും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഐ. നമുക്ക് ഇത് എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടർ കാണണം. ആ പോയിന്റില്ല, ഐ എന്ന പോയിന്റില്ല എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടർ കണ്ടിട്ട് അത് ബിയോട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് എടുക്കാം. സിയുടെ എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടർ എടുക്കാം, അല്ലെങ്കിൽ ഐയുടെ എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടർ എടുക്കാം. അപ്പോൾ എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടർ എടുക്കണമെങ്കിൽ 3 പോയിന്റ് വേണം, 2 ലൈൻസ് വേണമല്ലോ. ആ മൂന്നാമത്തെ പോയിന്റ് എങ്ങനെ എടുക്കും? അപ്പൊ നമുക്ക് ഐയും കിട്ടി സിയും കിട്ടി. മൂന്നാമത്തെ പോയിന്റ് എടുക്കാൻ നമുക്ക് ഇതിന്റെ ഈ ചെറിയ ആംഗിൾ ACയുടെ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ്, മീറ്റ് ചെയ്യുന്ന പോയിന്റ് എവിടെ കിടക്കുകയാണ്? BC നീട്ടിയിൽ കിടക്കുകയാണ്. നമുക്ക് ആ പോയിന്റ് കിട്ടും അല്ലേ? അപ്പൊ നമുക്ക് ഒരു എന്താണ് D എന്നൊരു പോയിന്റ് കിട്ടും. അപ്പോൾ IDയും ഉണ്ട് ICയും ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ആംഗിൾ ബൈസെക്ടർ എന്നത് ഐയുടെ എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടർ ആണ്. ഇനിയോ അപ്പോൾ ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് അപ്പോൾ I1 ആയി I2 ആയി. ഇനി പറയുന്നത് ഐയും I1ഉം സിയും I2ഉം സർക്കിളിൽ കിടക്കണം, കോൺ സൈക്ലിക്കാണ്. അതെങ്ങനെയാ വരിക നമുക്ക് നോക്കാം. അപ്പോൾ ഐയും I1ഉം കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ I1 എന്നത് BACയുടെ നമുക്ക് അപ്പുറത്ത് കുറച്ച് വൃത്തിയായിട്ട് ചെയ്യാം. ഐയും അപ്പോൾ BAC അപ്പോൾ ഇവിടെ ആംഗിൾ ബൈസെക്ടർ ഇവിടെ കിടക്കുക. ആംഗിൾ ബൈസെക്ടറിലാണ് ഇൻസെൻറ്റർ കിടക്കുക. അപ്പോൾ ഐയിൽ നിന്നുള്ള ആംഗിൾ ബൈസെക്ടറിലാണ് എന്ത് കിടക്കുന്നത്? നമ്മുടെ I1 കിടക്കുന്നത്. I1 കിടക്കുന്നത്. ഈ ആംഗിൾ ബൈസെക്ടറിൽ തന്നെയാണ് I2 കിടക്കുന്നത്. അപ്പോൾ ആംഗിൾ ബൈസെക്ടർ ആണല്ലോ, അതുകൊണ്ട് ഈ ആംഗിൾ I/2 ആടാ. I/2 പകുതി വെച്ചാണ്. ഇത് നമുക്ക് ഈ ആംഗിൾ കാണണം. ഈ ആംഗിള് കണ്ടോ മക്കളെ? ഈ ആംഗിൾ നമുക്ക് ആവശ്യമില്ല. നോക്കട്ടെ. അപ്പോൾ ബിയുടെ ആംഗിൾ ബൈസെക്ടർ ആണത് D/2. I1 ആണ്. അപ്പോൾ ഈ ആംഗിൾ C ആണ്. ഈ ആംഗിൾ എന്താണ്? B/4 ആണ് അല്ലേ? IBC എന്നത് B/2 ആണ്. നമ്മൾ ഇന്ത്യൻ ഇൻസെൻറ്റർ ആണല്ലോ. ഈ ആംഗിൾ B/4 ആണ്. അപ്പൊ ഈ ആംഗിൾ C ആണ്. എക്സ്റ്റേണൽ ആംഗിൾ π-C ആണ്. അതിന്റെ ബൈസെക്ടർ എന്നത് π/2 - C/2 ആണ്.
ഇങ്ങനെയാവും. അപ്പോൾ 3 ആംഗിളുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ട്രയാങ്കിൾ BCI2 എടുത്തു കഴിഞ്ഞാൽ 3 ആംഗിളുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? നമുക്ക് 3 ആംഗിളുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ആംഗിൾ ബി എന്നത് B/4 ആണ്. ആംഗിൾ എന്താണ് സി എന്നത് C + 5/2 - C/2 ആണ്. അടുത്ത I2 ആണ്. 0 180 5. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? 11. അപ്പോൾ I2 എന്തായി മക്കളെ? I2 എന്നത് 5/2 - B/4 - C/2 എന്ന്. ഇനി നമുക്ക് I2 അല്ല I2. പിന്നെ നമ്മൾ ട്രയാങ്കിൾ BIC എടുക്കാം. ട്രയാങ്കിൾ BIC. അപ്പോൾ BICയിൽ 3 ആംഗിൾ കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി വരണം. അപ്പോൾ ആംഗിൾ ബി അവിടെ B/2 ആണ്. പ്ലസ് സി പ്ലസ് I എന്നത് 5 ആണ്. അതിൽ നിന്ന് I/2 എന്നത് നമുക്ക് എന്ത് കിട്ടി? 5/2 - B/4 - C/2 എന്ന് കിട്ടി. അതിൽ നിന്ന് I2 എന്നത് I/2 ആണെന്ന് കിട്ടി. അപ്പോൾ ഈ ആംഗിൾ I2 എന്നത് ഈ ആംഗിൾ I/2 ആണ്. അപ്പോൾ സെയിം ആർക്കിൽ ആംഗിൾ ആണ് സെയിം ആയതുകൊണ്ട് I/1 C/2 കോൺസൈക്ലിക് ആണ്. ഇത് സർക്കിളിൽ കിടക്കാണ്. I/1 C/2. അത് തന്നെ എന്താണ്? I/1 C/2. അപ്പോൾ 2 I/2 വെച്ച് വരുന്നത് സർക്കിൾ ആകുമ്പോഴാണ്. സെയിം ആർക്കിൽ ആംഗിൾ സെയിം ആയിട്ട്. അപ്പോൾ കോൺസൈക്ലിക് ആണ്. കോൺസൈക്ലിക് ആണെങ്കിൽ Lemal2 അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സർക്കം സെൻറ്റർ കാണാം. എന്തിൻ്റെ സർക്കം സെൻറ്റർ? നമുക്ക് ഈ 4 സർക്കം സെൻറ്റർ വരയ്ക്കാൻ പറ്റും. സർക്കം സെൻറ്റർ കിട്ടും. അപ്പോൾ എന്താണ് നമുക്ക് യൂക്ലിഡിന് എന്തൊക്കെ ചെയ്യാം? യൂക്ലിഡ് ക്യാൻ കൺസ്ട്രക്ട് I നമുക്ക് Lemma1 അനുസരിച്ച് ആദ്യത്തെ ഇൻസിഡന്റ് ആണ്. I2 Lemal2 അനുസരിച്ച് രണ്ടാമത്തെ ചെറിയ ട്രയാങ്കിൾ ഇൻസിഡന്റ് കാണാം. I1 I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സെൻറ്റർ ആണ്. അപ്പോൾ ഔട്ട് സൈഡിൽ ഒരു പോയിന്റ് എടുത്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ എക്സെൻറ്ററും കാണാം. I2 ആൻഡ് he can draw the circumcenter of triangle I/1 C. ഈ 4 ഒരു സർക്കം സെന്റർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
സർക്കംസെൻറ്റർ യൂസില്ല മാറ്റും. 4 പോയിന്റ് ഉണ്ടെങ്കിൽ സർക്കംസെൻറ്റർ ആണെന്ന് കണ്ടു. അപ്പോൾ I1 CI2ന്റെ സർക്കംസെൻറ്റർ നമുക്ക് കാണാം. ഇനി എന്താണ്? ലെറ്റ് ദിസ് ബി O1. സർക്കംസെൻറ്റർ ആണ് O1. അപ്പ ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്നറിയാമോ മക്കളെ? അത് ഇറ്റ് വിൽ ബി O1 ആണെങ്കിൽ അപ്പൊ നമുക്ക് വേറൊരു പോയിന്റ് കിട്ടി. O1 എന്നുള്ളൊരു പോയിന്റ് കിട്ടി. ഏതാണ്ട് 4 പോയിന്റ്സ്. എന്തൊക്കെയാ? I1 CI2 അതിന്റെ സർക്കംസെൻറ്റർ ആണ്. ഇനി ആ O1 നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെയാണെന്ന് അറിയാമോ? BI B, I, O1, CR കോൺസൈക്ലിക്. കോൺസൈക്ലിക് ആണ്. ഇത് വരച്ചു. നമുക്ക് എന്താണ്? BIC ഉണ്ട് ഓൾറെഡി. BIC ഉണ്ട്. അപ്പൊ ഇതിന്റെ ആംഗിൾ ബൈസെക്ടറിലാണ് നമ്മള് എന്താ കിടന്നിരുന്നത്? ആംഗിൾ ബൈസെക്ടറിലാണ് എന്താ കിടക്കുന്നത്? I1ഉം I2ഉം കിടക്കുന്നത്. അപ്പൊ ഇത് ആംഗിൾ ബൈസെക്ടർ അല്ലേടാ? ആംഗിൾ ബൈസെക്ടർ ആണെങ്കിൽ നമുക്ക് എന്താണ് പ്രത്യേകത ഉണ്ടല്ലോടാ? Iൽ നിന്നുള്ള ആംഗിൾ ബൈസെക്ടറും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് I1. അപ്പൊ ആംഗിൾ ബൈസെക്ടറിന് ഒരു പരിപാടി ഉണ്ട്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പറഞ്ഞു തന്നിരുന്നു. അത് ആംഗിൾ ബൈസെക്ടറിന്റെ പ്രത്യേകത അപ്പോൾ ഈ ആംഗിൾ B/2 ആണ്. B/4 ആണെങ്കിൽ ഈ ആംഗിള് തീറ്റ ആണെങ്കിൽ സെൻട്രൽ ഈ ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്ന് ഓർമ്മയുണ്ടോ? അത് 90 + θ/2 ആണ്. ഇതാണ് ആംഗിൾ ബൈസെക്ടറിന്റെ പ്രത്യേകത. അത് ചുമ്മാ എന്താണ് ആംഗിൾ ബൈസെക്ടറാണ്, സെയിം ആംഗിൾ ആണെന്നും 3 കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുമെന്ന് നോക്കുമ്പോൾ ഇത് കിട്ടും. അപ്പോൾ അതനുസരിച്ച് ഇവിടെ ആംഗിൾ ബിയുടെ ആംഗിൾ ഐയുടെയും ആംഗിൾ സിയുടെ ആംഗിൾ ബൈസെക്ടർ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് I1. അപ്പോൾ ഇത് B/4 ആയതിനാൽ ഈ ആംഗിൾ എന്നത് 90 പ്ലസ് ഇത് B/4 അല്ല, B/2 ആയതിനാൽ ആംഗിൾ എന്നത് 90 + B/4 ആണ്. 90 + θ/2 അതും. പിന്നെ നമുക്ക് അപ്പോഴ് എന്തുണ്ട്? ഇപ്പൊ ഇത് സെൻറ്റർ O1 ഇങ്ങനെ ജോയിൻ ചെയ്തു എങ്കിൽ ഇവിടുത്തെ ആംഗിൾ എന്നത് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഈ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ഡബിൾ ആവണം. അപ്പോൾ ആർക്കിൽ ഉണ്ടാക്കുന്ന ഡബിൾ എന്ന് പറഞ്ഞ ഇവിടെ 90 + B/4ന്റെ ഡബിൾ എന്നത് 180 + B/2 ആണ്. ഇനിയോ
മൊത്തം ആംഗിൾ 360 ഡിഗ്രി ആയതുകൊണ്ട് ബാക്കി ആംഗിൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 മൈനസ് b/2 ആവണം. ഓക്കെ, അപ്പോൾ ആംഗിൾ ബൈസെക്ടർ ആയതുകൊണ്ട് ഇത് b/2 ആയതുകൊണ്ട് മറ്റേ 90 + b/4 ആവണം. അതിൻ്റെ ഡബിൾ ആയിരിക്കണം സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പോൾ സർക്കിളിന് ഒരു പോയിന്റിന് ചുറ്റുള്ള ആംഗിൾ 360 ഡിഗ്രി ആയതുകൊണ്ട് മറ്റേത് 180 മൈനസ് b/2 ആവണം. അപ്പോൾ ആ ട്രയാങ്കിൾ ഒന്നുകൂടി നമുക്കൊന്ന് വരച്ച് നോക്കാം. അല്ലേ, നമുക്ക് ഇങ്ങനെ കിട്ടിയില്ലേ, നോക്കട്ടെ, ഇങ്ങനെ കിട്ടി. അപ്പൊ ഈ ആംഗിൾ b/2 ആണ്, ഈ ആംഗിൾ 180 മൈനസ് b/2 ആണ്. ഇല്ലേ, ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിയാൽ 180 ഡിഗ്രി. പോയിന്റ്സ് ഏതൊക്കെയാ? BI OC, ഇത് ഓൺ ആണ് സെന്റർ. BI OC. അപ്പൊ ഇങ്ങനെ രണ്ടോട് കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അപ്പൊ അതുകൊണ്ട് എന്താടാ, ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രി ആയതുകൊണ്ട് BI OC ആർ കോൺസൈക്ലിക്. അപ്പോൾ ഇത് കോൺസൈക്ലിക് ആണ്. കണ്ടോ, ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിയാൽ 180 ഡിഗ്രി ആണെങ്കിൽ ഏതെങ്കിലും ഒരു പെയർ ആയാൽ മതി, മറ്റേത് ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. അത് കോൺസൈക്ലിക് ആണ്, കോൺസൈക്ലിക് ആണ്. അങ്ങനെ കിട്ടി. ഇനി അപ്പോ അങ്ങനെ വന്നു. അപ്പോൾ ഓവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ എന്താടാ, ഓവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വന്നില്ലേ, നോക്കട്ടെ. അപ്പോ IO1ഉം CO1ഉം റേഡിയസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് IOC1 എന്നത് അപ്പൊ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇത് എന്താണ്, BC IO1 എന്നത് എന്താണ്, BI OC എന്നത് കോൺസൈക്ലിക് ആണ്. അപ്പൊ ഇത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 4 കോൺസൈക്ലിക് പോയിന്റ്സ് ഉണ്ടെങ്കിൽ സർക്കംസെന്റർ കണ്ടുപിടിക്കാം, ലെമാ 2 അനുസരിച്ച്. അപ്പോൾ യൂക്ലിഡ് ക്യാൻ ഓൾസോ ഡ്രോ the circumcenter of triangle BIC. BICയുടെ സർക്കംസെന്റർ കാണാം. എന്തുകൊണ്ടാ? നമുക്ക് 4 പോയിന്റ് കിട്ടി, ഓവണും കൂടി കിട്ടി. സർക്കംസെന്റർ ഓഫ് ട്രയാങ്കിൾ എന്താണ്? BIC. അപ്പോൾ BICയുടെ സർക്കംസെന്റർ നമുക്ക് കിട്ടി. BIC നമുക്കൊന്ന് വരച്ചു നോക്കാം. BIC അപ്പോൾ ഇവിടെ സർക്കംസെന്റർ കിട്ടി. അത് MA ആണെന്നിരിക്കട്ടെ, MA സർക്കംസെന്റർ. ഇനി അപ്പൊ MA കിട്ടിയില്ലേടാ, MA കിട്ടി. അപ്പോ MAയുടെ പ്രത്യേകത എന്താ? അപ്പോൾ അത് സർക്കംസെന്റർ ആയതിനാൽ ഇത് രണ്ടും റേഡിയസ് ആണ് മക്കളെ, ഇത് രണ്ടും റേഡിയസ് ആണ്. അപ്പോൾ ഇത് രണ്ടും റേഡിയസ് ആയതിനാൽ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ BCMA ഈസ് ഐസോസിലസ്. അപ്പൊ ഐസോസിലസ് ട്രയാങ്കിൾ ആയതിനാൽ MA ഈ ആംഗിൾ ബൈസെക്ടർ ഓഫ് BMAC എന്നത് എന്താണ്?
നമുക്ക് ആംഗിൾ ബൈസെക്ടർ ഓഫ് DMAC. ഇതിന്റെ ആംഗിൾ ബൈസെക്ടർ എന്ന് എന്താ? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. ആംഗിൾ ബൈസെക്ടർ ഓഫ് angle DMAC is the perpendicular bisector of side BC. BC യുടെ perpendicular bisector ആണ് MA യിലുള്ള ആംഗിൾ ബൈസെക്ടർ. അപ്പോൾ perpendicular bisector ആയി. Yes. Repeating the process. Euclid can draw perpendicular bisector of ഇപ്പോൾ നമ്മൾ BC യുടെ ആണ് കണ്ടത്. അപ്പോൾ അതുപോലെ AC also, and the meeting point is the circumcenter. Circumcenter of triangle ABC. അപ്പോൾ നമുക്ക് സർക്കംസെൻറ്റർ ആയി. നമ്മൾ ഇതിനു വേണ്ടി ശ്രമിച്ചത്, നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അപ്പോൾ നമ്മൾ ചെയ്തത് ഒന്നുകൂടി ഒന്ന് കാണാം. എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? ആദ്യം നമ്മൾ ട്രയാങ്കിൾ ABCയുടെ ഇൻ സെൻറ്റർ കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ABC ആണെങ്കിൽ കോൺസൈക്ലിക് പോയിന്റ്സ് ഒക്കെ നമുക്ക് കിട്ടിയിരുന്നു. അത് അപ്പൊ I എന്നത് ഇൻസെൻറ്റർ ആണ്. I1 I2 എന്നത് എക്സെൻറ്റേഴ്സ് ആണ്. അപ്പൊ ഇത് I1 ആണെന്ന് കിട്ടി. പിന്നെ ഇത് ഈ ട്രയാങ്കിളിന്റെ ഇൻസെൻറ്റർ I1ഉം എക്സെൻറ്റർ I2 ആണെന്ന് കിട്ടി. ഈ 4 നമുക്ക് എന്താണെന്ന് കിട്ടി? കോൺസൈക്ലിക് ആണെന്ന് കിട്ടി. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചു. അതിൻ്റെ സർക്കംസെൻറ്റർ നമുക്ക് കിട്ടി O1. ഈ 4 എന്താണെന്ന് കിട്ടി? കോൺസൈക്ലിക് ആണ് എന്ന് കിട്ടി. ഇങ്ങനത്തെ നമുക്കൊരു സർക്കിൾ കിട്ടി. ഇങ്ങനൊരു സർക്കിൾ കിട്ടി.
അപ്പോൾ ഇത് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിക്കാം. ഇവിടെ I1 ആണ്, പിന്നെ ഇവിടെ O1 എന്ന് പറഞ്ഞാൽ ഇവിടെയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ കിട്ടി. ആ സർക്കിളിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചു, അത് MA ആണ്. എന്നിട്ട് നമ്മൾ ആംഗിൾ ബൈസെക്ടർ എടുത്തപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. ആംഗിൾ ബൈസെക്ടർ എടുക്കുമ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. അപ്പോൾ രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് സർക്കംസെൻറ്റർ. ഇതാണ് സൊല്യൂഷൻ 1. ഇനി നമ്മൾ സൊല്യൂഷൻ 2ലേക്ക് കടക്കണം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെമ 3 വെച്ചിട്ടാണ്. അതെങ്ങനെയാണ് നമുക്ക് കാണാം. ഇഫ് യൂക്ലിഡ് can draw the BX center of triangle BAC. BAC എന്നുള്ള ഇതാണ് സർക്കിൾ ആണെങ്കിൽ ഇൻസെൻറ്റർ ആണെങ്കിൽ BACയുടെ എക്സെൻറ്റർ വരയ്ക്കാൻ കഴിഞ്ഞാൽ ആ ചെറിയ ട്രയാങ്കിളിൻ്റെ, then he can draw the circumcenter of triangle. ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇങ്ങനെ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ചും കൂടി സിമ്പിളാണ്. അപ്പോൾ ABC എന്നൊരു ട്രയാങ്കിൾ ഉണ്ട്. ABC എന്നൊരു ട്രയാങ്കിൾ, അതിൻ്റെ ഇൻസെൻറ്റർ ആണ് I. ഇൻസെൻറ്റർ ആണ് I. നമ്മൾ എന്താണ് എക്സെൻറ്റേഴ്സ് കാണാൻ. എക്സെൻറ്റേഴ്സിന് പ്രത്യേകത ഉണ്ട്, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ഈ ട്രയാങ്കിൾ BICയുടെ എക്സെൻറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, Bയുടെയും Cയുടെയും എക്സെൻറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സെൻറ്റേഴ്സ് കിട്ടും. പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ Bയുടെ ഇവിടുത്തെ എക്സെൻറ്റർ എന്നത് എക്സെൻറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എക്സെൻറ്റേഴ്സ് ആംഗിൾ ബൈസെക്ടറിലായിരിക്കും കിടക്കുക. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതെന്നത് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സ് ആയിരിക്കും. ഏതില് അപ്പോൾ ബിയുടെ എക്സെൻറ്റർ എന്നത് ബി എക്സെൻറ്റർ എന്നത് IBയും സി എക്സെൻറ്റർ എന്നത് ICയും ആണെങ്കിൽ ഇപ്പോൾ 4 പോയിന്റ്സ് വെച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന ട്രയാങ്കിളിൽ നമുക്ക് സർക്കിൾ കിട്ടും. ആ സർക്കിളിൽ IB ICയും ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സ്. അപ്പോൾ BC IB IC കോൺസൈക്ലിക്. IB, IC diametrically opposite points.
അപ്പോൾ ഐ ബി ഐ സിയും ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സ് ആണ്. ഇതെങ്ങനെ വരിക നോക്കാം. അപ്പോൾ ഇത് എന്താണ് മക്കളെ, ആംഗിൾ ബൈസെക്ടറുകൾ ഒക്കെ ആയതുകൊണ്ട് അപ്പോൾ ഈ ആംഗിള് C/4 ആണ്, ഈ ആംഗിളും C/4 ആണ്. പിന്നെ എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടർ ആണല്ലോ. അപ്പോൾ എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടർ ആയതുകൊണ്ട് ഇത് രണ്ടും എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ എക്സ്റ്റേണൽ ആംഗിൾ π - C/2 ആണ്. അതിൻ്റെ പാതി എന്ന് പറഞ്ഞാൽ π/2 - C/4 ആണ്. ഇതും എന്താ π/2 - C/4. അപ്പോൾ ഈ ആംഗിൾ എന്താടാ, C/4ഉം π/2 - C/4ഉം കൂടി കൂട്ടിയാൽ π/2. അപ്പോൾ സെമി സർക്കിളിലെ ആംഗിളാണ്. അപ്പോൾ ഇത് രണ്ടും ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആംഗിൾ എടുക്കുമ്പോൾ അപ്പോൾ ഇത്രയായി. ഐ ബി ഐ സിയും ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സ് ആണ്. അപ്പോൾ ഇത് കോൺസൈക്ലിക്കും ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട തിയറം അനുസരിച്ച് എന്താണ് 4 പോയിന്റ്സ് സർക്കിളിൽ കിട്ടി, ഇങ്ങനെ കിട്ടി. 4 പോയിന്റ്സ് സർക്കിളിലാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഐ സിയുടെ ആംഗിൾ ബൈസെക്ടർ എടുക്കുകയാണ്, ഐ ബിയുടെ ആംഗിൾ ബൈസെക്ടറും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിൻ്റെ ഏതൊക്കെയാ ആംഗിൾ ബൈസെക്ടേഴ്സ് ഓഫ് ആംഗിൾ ബി ഐ സി സി എടുത്തു, ആംഗിൾ ബി ഐ ബി സി എടുത്തു. രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ആർക്ക് ബി സി. അപ്പോൾ അതുകൊണ്ട് എന്താ, ഇവിടെ ഒരു ആംഗിൾ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ അത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. ഇവിടെ ഒരു ആംഗിൾ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ അത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. സോ ആംഗിൾ bisector of angle BMC is the perpendicular bisector of BC. BCയുടെ സൈഡ് perpendicular bisector ആണ്, കിട്ടി. Similar way we can find perpendicular bisectors of AB, AC and meeting point is the circumcenter. ഒന്നുമില്ല, നമ്മളെന്താ ചെയ്ത്, നമ്മൾ ഉള്ളിലുള്ള ഐ എടുത്തു, ആ ബി ഐ സി എന്ന ട്രയാങ്കിളിൻ്റെ ബി എക്സെൻട്രും സി എക്സെൻട്രും എടുത്തു. ആ 3-4 പോയിന്റ്സ് കോൺസൈക്ലിക്കാണ്. ഐ ബിയും ഐ സിയും ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇവയുടെ ആംഗിൾ ബൈസെക്ടേഴ്സ് എടുക്കുമ്പോൾ അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സി എന്ന ആർക്കിന് മിഡ് പോയിന്റിലായിരിക്കും. അപ്പോൾ ബി എം സിയുടെ ആംഗിൾ ബൈസെക്ടർ എടുത്തു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയി. പെർപെൻഡിക്കുലർ ബൈസെക്ടറിന് വേണ്ടിയാണ് നമ്മൾ ട്രൈ ചെയ്ത്.